ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വെളുത്ത മുടി ഒന്ന് കറുപ്പിക്കാൻ വേണ്ടി പെടാപ്പാട് പെടുന്ന കുറേ ആൾക്കാർ നമ്മുടെ ഇടയിലുണ്ടല്ലേ. അവർക്ക് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ഇന്ന് പറയുന്ന ഡൈ എന്ന് പറയുന്നത് ഒരുപാട് പേർക്ക് റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരു ഡൈ ആണ്. അതുപോലെ തന്നെ 100% നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഡൈ ആണ് നമ്മളിന്ന് പരിചയപ്പെടാൻ വേണ്ടിയിട്ട് പോകുന്നത്. അതിനോടൊപ്പം തന്നെ നമുക്ക് സിമ്പിളായിട്ട് കുറച്ച് സമയം കൊണ്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയ ഒരു ഹെയർ ഡൈയും കൂടെയാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മുടെ സ്ത്രീകൾക്കാണ് ഏറ്റവും കൂടുതൽ നര വരുന്നത്. അതായത് ഈ നമ്മുടെ നെറ്റിയുടെ ഈ ഭാഗത്ത്, അതായത് ഫ്രണ്ട് പോർഷനിൽ ഏറ്റവും കൂടുതൽ നര വരുന്നത് സ്ത്രീകൾക്കാണല്ലേ. അപ്പോൾ അവർക്ക് ഏറ്റവും കൂടുതൽ പ്രയോജനപ്പെടുന്ന ഒരു ഡൈ ആയിരിക്കും ഇന്ന് പറയാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പം നിങ്ങൾ അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്ത് തന്നെ കാണണം. അതായത് നമ്മൾ പുറത്തേക്കൊക്കെ പോകുമ്പോൾ നമുക്ക് കഴുകാതെ തന്നെ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്തിട്ട് പോകാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ അത് ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾക്ക് അറിയണമെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഫുൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഫ്രണ്ട് പോർഷനിൽ പെട്ടെന്ന് നര വരുന്ന ആൾക്കാർ കല്യാണത്തിനോ എന്തെങ്കിലും ഫംഗ്ഷൻസിനൊക്കെ പോകുമ്പോൾ പെട്ടെന്ന് മുടി കറുപ്പിക്കാൻ വേണ്ടി ഡൈ ഒക്കെ വാങ്ങിച്ച് ഉപയോഗിക്കാറുണ്ട്. പക്ഷെ അങ്ങനെ ഉപയോഗിക്കുന്ന ഒരു 100-ൽ 95% ആൾക്കാർക്കും അലർജി പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. അതായത് സ്കിന്നിൽ ചൊറിച്ചിൽ, അതുപോലെ തന്നെ ചൊറിഞ്ഞ് പൊട്ടിയിട്ട് അതിൽ നിന്ന് നീരൊലിക്കുക, ചുവന്ന പാടുകൾ, അങ്ങനെ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. പക്ഷേ ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് പോകുന്ന ഈ ഡൈ എന്ന് പറയുന്നത് നാച്ചുറൽ ആയതുകൊണ്ട് നമുക്ക് ഒരു പ്രശ്നവും വരത്തില്ല കേട്ടോ. അതുപോലെ തന്നെ ഇത് നമുക്ക് ഇൻസ്റ്റൻ്റായിട്ട് കറുപ്പിക്കാൻ വേണ്ടിയിട്ട് പറ്റിയ ഒരു ഹെയർ ഡൈ ആണ്. അപ്പോൾ ഈ ഒരു ഡൈ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആർക്കും പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റത്തില്ല നമ്മൾ ഡൈ ഉപയോഗിച്ചിട്ട് ഉണ്ട് എന്നത്. നമ്മൾ പറയുകയാണെങ്കിൽ മാത്രമേ അവർക്ക് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് പറ്റുകയുള്ളൂ. അപ്പോൾ ആ ഡൈ ഏതെന്ന് അറിയണ്ടേ. അപ്പോൾ നിങ്ങൾ വീഡിയോ കാണുക. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ ഈ ഡൈ ഉപയോഗിക്കുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ മുടി കറുക്കുകയും അതിനോടൊപ്പം തന്നെ നമ്മുടെ മുടിയുടെ വളർച്ചയെ കൂട്ടാനും താരൻ മാറാനൊക്കെ ഇതിൽ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ ഈ ഹെയർ ഡൈ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് നല്ല അടികട്ടിയുള്ള ഒരു ചീനച്ചട്ടിയാണ് കേട്ടോ. ചീനച്ചട്ടിയിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ നമ്മുടെ കരിഞ്ജീരകം ഇട്ട് കൊടുക്കണം. കരിഞ്ജീരകം എല്ലാവർക്കും അറിയുന്നുള്ള കാര്യമാണ്. അത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ പണ്ട് മുതലേ എണ്ണ കാച്ചുന്ന സമയത്ത് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു ഐറ്റം എന്ന് പറയുന്നത്, അതായത് മുടി കറുക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഐറ്റം എന്ന് പറയുന്നത് നമ്മുടെ കരിഞ്ജീരകം തന്നെയാണ് അല്ലേ. നമ്മുടെ മുടി കറുക്കുക മാത്രമല്ല, മുടി പൊഴിച്ചിൽ തടയാനും അതുപോലെ തന്നെ മുടി നല്ല ആരോഗ്യത്തോടെ വളരാനും ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഐറ്റമാണ് നമ്മുടെ കരിഞ്ജീരകം. അപ്പോൾ ഈ ഡൈ എന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ച് ദിവസം നമ്മൾ സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഉപയോഗിക്കാൻ പറ്റിയ ഒരു സാധനമാണ് കേട്ടോ. അതായത് പ്രിസർവ് ചെയ്ത് വയ്ക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതുകൊണ്ട് നിങ്ങൾക്ക് ഞാനിപ്പോൾ 4 ടേബിൾ സ്പൂണാണ് കരിഞ്ജീരകം പറഞ്ഞത്. അങ്ങനെ പ്രിസർവ് ചെയ്ത് വയ്ക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് അതിനനുസരിച്ച് ഇതിൻ്റെ ക്വാണ്ടിറ്റി കൂട്ടാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു ഹെയർ ഡൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നമ്മുടെ കരിഞ്ജീരകത്തിന് ഒരു പാകമുണ്ട് കേട്ടോ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അതുകൊണ്ട് ഞാൻ പറയുന്നത് കൃത്യമായിട്ട് നിങ്ങൾ കേട്ടിട്ട് അതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. നിങ്ങൾ സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഭാഗം നിങ്ങൾക്ക് ചിലപ്പോൾ കിട്ടിയെന്ന് വരത്തില്ല. നമ്മൾ ജസ്റ്റ് അതിനെ ഒന്ന് ചൂടാക്കിയിട്ട് പൊടിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഗുണം കിട്ടത്തില്ല. അതുകൊണ്ട് പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് പറയുന്നത് പോലെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 100% റിസൾട്ട് തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞത് 4 ടേബിൾ സ്പൂൺ നമ്മുടെ കരിഞ്ജീരകത്തിനോടൊപ്പം തന്നെ നമ്മൾ ഒരു 3-4 ബദാം കൂടെ എടുക്കണം കേട്ടോ. ബദാം എന്ന് പറയുന്നത് നമ്മുടെ മുടി നല്ല രീതിയിൽ കറക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ ബദാം ഇപ്പോൾ വിലയൊക്കെ ഉള്ളതായതുകൊണ്ട് ചില ആൾക്കാർക്ക് അത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെയുള്ളവർക്ക് അത് സ്കിപ്പ് ചെയ്തിട്ട് അതിന് പകരമായിട്ട് ഒരു പിടി നമ്മുടെ വീട്ടുമുറ്റത്തുള്ള കറിവേപ്പില ആഡ് ചെയ്യാവുന്നതാണ് കേട്ടോ. കറിവേപ്പില എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, വീട്ടുമുറ്റത്തുള്ളതാണെങ്കിൽ ഒരു വാഷ് ചെയ്താൽ മതി. പക്ഷേ നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്നതാണെങ്കിൽ ഒരു 3-4 പ്രാവശ്യം നമ്മളൊന്ന് വാഷ് ചെയ്തതിന് ശേഷം മാത്രം വാഷ് ചെയ്ത് അതിൻ്റെ ഈർപ്പം, അതായത് നനവെല്ലാം തുടച്ചതിന് ശേഷം മാത്രം നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. നമ്മുടെ കരിഞ്ജീരകവും അതുപോലെ തന്നെ ബദാമും നമ്മുടെ മുടിയുമായി ബന്ധപ്പെട്ട എല്ലാ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഐറ്റംസ് ആണ് കേട്ടോ. അപ്പോൾ ഈ 2 ഐറ്റം മെയിനായിട്ട് എടുക്കുക. നമ്മളിത് ചൂടാക്കുന്ന സമയത്ത് ആദ്യമേ തന്നെ ഹൈ ഫ്ലെയിമിൽ വെച്ച് ചൂടാക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. എന്ന് വെച്ചാൽ കരിഞ്ഞു പോകരുത്. ആദ്യം ഒന്ന് ഹൈ ഫ്ലെയിമിൽ ചൂടാക്കുക. ഒന്ന് ചൂടായി വരുന്ന സമയത്ത് അതിന് നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കണം കേട്ടോ. നമ്മുടെ ലോ ഫ്ലെയിമിൽ വെച്ച് 5 മിനിറ്റ് ഒന്ന് ചൂടാക്കണം. അതിനോടൊപ്പം ഇളക്കി കൊടുക്കാനും മറക്കരുത് കേട്ടോ. 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ച് ചൂടാക്കിയതിന് ശേഷം നമ്മൾ ഇതിലേക്ക് നമ്മുടെ ആൽമണ്ട്, അതായത് ബദാമും കൂടി ഇട്ട് കൊടുക്കണം. ബദാമും കൂടി ഇട്ടിട്ട് നല്ലവണ്ണം ഒന്ന് ചൂടാക്കി എടുക്കണം. ഈ 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം നമുക്ക് ഇതിൻ്റെ
ഫ്ലെയിം എന്ന് പറയുന്നത് മീഡിയത്തിലോട്ട് ആക്കാം. ബാക്കി പ്രോസസ്സ് ചെയ്യുന്നത് മീഡിയത്തിലോട്ട് വെച്ചിട്ടാണേ. നമ്മുടെ ബദാം നല്ല രീതിയിൽ കരിഞ്ഞു വരണം. അതുപോലെ തന്നെ നമ്മൾ ഇതിൻ്റെ പാകം എന്ന് പറയുന്നത് നമ്മുടെ കരിഞ്ചീരം നല്ലവണ്ണം ചൂടായിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് എടുത്തു വെച്ച് നോക്കുമ്പോൾ അതിൽ എണ്ണമയം തോന്നും. നമ്മൾ ഒരു കരിഞ്ചീരകം എടുത്ത് കയ്യിൽ വെച്ച് ജസ്റ്റ് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ അതിൽ നമുക്ക് എണ്ണമയം ഫീൽ ചെയ്യും. അതുപോലെ തന്നെ അത് പൊടിഞ്ഞും പോകും. അതാണ് അതിൻ്റെ ഒരു പാകം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ബദാമിലും ഒരു എണ്ണമയം ഉണ്ട് കേട്ടോ. പക്ഷെ നമ്മൾ ഈ നമ്മുടെ കരിഞ്ചീരകം എന്ന് പറയുന്നത് നല്ലൊരു എണ്ണമയം ഫീൽ ചെയ്യും. അതാണ് ഇതിൻ്റെ ഒരു പാകം എന്ന് പറയുന്നത്. അതിനുശേഷം നമ്മൾ നല്ലവണ്ണം ചൂടാക്കിയിട്ട്, ഞാൻ നേരത്തെ പറഞ്ഞില്ല, പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ച് ചൂടാക്കുക. പിന്നെ ബാക്കി പ്രോസസ്സ് എന്ന് പറയുന്നത്, അതായത് നമ്മുടെ ബദാമൊക്കെ നല്ലവണ്ണം കരിഞ്ഞ് വരുന്ന സമയം നമ്മളത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചൂടാക്കാൻ വേണ്ടിയിട്ട്. അതിനുശേഷം നമ്മളിതിനെ പൊടിക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ. നമ്മളെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടതിന് ശേഷം, അതായത് മിക്സിയുടെ ജാർ എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, നനവോ ഒന്നും പാടില്ല. നല്ലവണ്ണം ഉണങ്ങിയ ജാറിലേക്കാണ് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇട്ടിട്ട് നല്ലവണ്ണം ഒന്ന് പൊടിച്ചെടുക്കുന്നത് നല്ല ഫൈനായിട്ട് പൊടിച്ചെടുക്കണം. അല്ല എങ്കിൽ നമ്മളിത് അരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇത് പറ്റത്തില്ല. എണ്ണമയം ഉള്ളതുകൊണ്ട് ഒരു ചെറിയൊരു നനവ്, അതായത് കുഴമ്പ് രൂപം, കുഴമ്പല്ല, ഒരു ചെറിയൊരു നനവുണ്ട്. അപ്പോഴത്തേക്ക് നമുക്കത് അരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് നല്ല രീതിയിൽ പൊടിഞ്ഞതിന് ശേഷം മാത്രം ഇത് വേറൊരു ബൗളിലേക്ക് മാറ്റുക. അപ്പോൾ ഇത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പ്രിസർവ് ചെയ്ത് വയ്ക്കാൻ വേണ്ടിയിട്ട് പറ്റിയ ഒരു ഐറ്റമാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് പ്രിസർവ് ചെയ്ത് വയ്ക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് ക്വാണ്ടിറ്റിയിൽ എടുക്കാനും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് നമ്മൾ പൊടിച്ചിട്ട് ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ വെച്ച് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യാനുസരണം എടുത്ത് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. അടുത്ത കരിഞ്ചീരകമായി ബദാമുമായി അത് നമ്മൾ നല്ലവണ്ണം ചൂടാക്കിയിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ അഞ്ചനക്കല്ലാണ് കേട്ടോ. അഞ്ചനക്കല്ല് പറയുന്നത് ഒരു നെല്ലിക്കയുടെ വലിപ്പം മതി. അത് നമുക്ക് നല്ലവണ്ണം പൊടിച്ചെടുക്കണം. ഇത് നല്ല കറുത്ത കളറിൽ കിട്ടും കേട്ടോ പൊടിച്ചെടുക്കുമ്പോൾ. ഇതും നമ്മുടെ മുടി നല്ല കട്ട കറുപ്പാകാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഐറ്റമാണ് അഞ്ചനക്കല്ലേ. ഇത് നമുക്ക് നമ്മുടെ ഷോപ്പുകളിൽ കിട്ടുന്നതാണ്, അതായത് ആയുർവേദ കടകളിലൊക്കെ കിട്ടുന്നതാണ്. അപ്പോൾ ഇത് നമ്മൾ പൊടിക്കുമ്പോൾ ശ്രദ്ധിക്കുക, മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചു കഴിഞ്ഞാൽ അത് നടക്കത്തില്ല. അതുകൊണ്ട് നമ്മുടെ അമ്മിക്കല്ലിലോ അല്ലെങ്കിൽ നല്ല വേറെ നല്ല കല്ല് വല്ലതും ഉണ്ടെങ്കിൽ ആ കല്ലിലിട്ട് നല്ലവണ്ണം സോഫ്റ്റാക്കി നമുക്ക് പൊടിക്കാവുന്നതാണ്. ഇത് പൊടിച്ച് നല്ല ഫൈൻ ആക്കണം കേട്ടോ. ഇത് നമ്മൾ അരിക്കാൻ വേണ്ടിയിട്ട് പോകുന്നില്ല. അതുകൊണ്ട് നല്ല ഫൈൻ ആക്കിയതിന് ശേഷം മാത്രമേ ഇത് എടുക്കാവൂ. കാരണം ഇത് നമ്മൾ നല്ലവണ്ണം പൊടിഞ്ഞില്ല എങ്കിൽ അത് നമ്മളെ തലമുടിയിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമ്മൾ നല്ല ഫൈനായിട്ട് ഇത് പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ അഞ്ചനക്കല്ല് നമ്മൾ പൊടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പുറത്തേക്കൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് ടൈമില്ല, അതായത് മുടി കറുപ്പിക്കാൻ വേണ്ടിയിട്ട് ടൈമില്ല എങ്കിൽ ഒരു സ്പൂൺ അല്ലെങ്കിൽ ഒരു അര സ്പൂണ് നമ്മുടെ അഞ്ചനക്കല്ലെടുത്തിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്ത് നമ്മുടെ മുടിയുടെ, അതായത് തലയിൽ ഫ്രണ്ട് പോർഷനിലേക്കാണ് നമ്മുടെ നരയുള്ളതെങ്കിൽ അവിടെ ചെറുതായിട്ടൊന്ന് ടച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ, ബ്രഷ് ഉപയോഗിച്ച് ചെറുതായിട്ടൊന്ന് തേച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ പുറത്തേക്കൊക്കെ പോകാൻ വേണ്ടിയിട്ട് പറ്റും. എന്തെങ്കിലും ഫങ്ഷൻസ് ഉണ്ടെങ്കിലോ കാര്യങ്ങളുണ്ടെങ്കിലോ പെട്ടെന്ന് പോകാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ അങ്ങനെ ഒരു ഗുണവും കൂടെ ഈ അഞ്ചനക്കല്ലിനുണ്ട് കേട്ടോ. ഇനി ഈ 2 പൊടിയും കൂടെ മിക്സ് ചെയ്യണം. അതായത് നമ്മുടെ പൊടിച്ചെടുത്ത അഞ്ചനക്കല്ലിലേക്ക് 1 ടീസ്പൂൺ നമ്മുടെ കരിഞ്ചീരകവും ബദാമും പൊടിച്ച പൊടിയും കൂടി ഇട്ടതിന് ശേഷം, സാധാരണ എല്ലാവരും വെളിച്ചെണ്ണയാണ് അപ്ലൈ ചെയ്യുന്നത്. നിങ്ങൾക്ക് വെളിച്ചെണ്ണ താല്പര്യം ഇല്ല എങ്കിൽ, അതായത് ചിലവർക്ക് ആവണക്കെണ്ണ ഇഷ്ടപ്പെടില്ല, പിന്നെ വെളിച്ചെണ്ണ ഇഷ്ടപ്പെടില്ല, വെളിച്ചെണ്ണയുടെ സ്മെല്ലും ആവണക്കെണ്ണയുടെ സ്മെല്ലും അതുപോലെ തന്നെ അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി ഒന്നും ചില ആൾക്കാർക്ക് ഇഷ്ടപ്പെടണമെന്നില്ല. അങ്ങനെയുള്ളവരാണെങ്കിൽ ആൽമണ്ട് ഓയിൽ ഒരു അര ടീസ്പൂൺ ആൽമണ്ട് ഓയിൽ ഇത് ആഡ് ചെയ്തിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് തലയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. വേണമെങ്കിൽ നിങ്ങൾക്ക് കറ്റാർവാഴ ജെല്ലും കൂടി ഇട്ട് കൊടുക്കാം. താല്പര്യമുള്ളവരാണെങ്കിൽ നല്ലവണ്ണം മിക്സ് ചെയ്തിട്ട് നമുക്ക് എവിടെയാണോ ഏത് പോർഷനിലാണോ നരയുള്ളത് അവിടെ ഇട്ട് കൊടുക്കാം. ഇത് നിങ്ങൾക്ക് പെട്ടെന്ന് ഒരു 10 മിനിറ്റൊക്കെ ആകുമ്പോൾ ഇത് ഉണങ്ങി കിട്ടും കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ വാഷ് ചെയ്ത് കളയുന്ന സമയത്ത് ശ്രദ്ധിക്കുക, ഷാമ്പൂസ് ഇടാൻ വേണ്ടിയിട്ട് പാടില്ല. കാരണം ഇത് നാച്ചുറൽ ഡൈ ആണ്, ഇൻസ്റ്റൻറ്റ്, അതായത് പെർമനൻറ്റ് ഡൈ അല്ല, ടെമ്പററി ഡൈ ആണ്. അത് ശ്രദ്ധിക്കണം. അതുകൊണ്ട് നിങ്ങൾ ഷാമ്പൂസ് ഒന്നും ഇട്ട് കഴുകേണ്ട കാര്യമില്ല. നോർമൽ വെള്ളത്തിൽ നോർമൽ വാഷ് ചെയ്താൽ മതി. അതുപോലെ തന്നെ നമ്മളിത് പുറത്തേക്കൊക്കെ പോകുന്ന സമയത്ത് ഇത് അപ്ലൈ ചെയ്തിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കഴുകിയാൽ മതി. അല്ല എങ്കിൽ അങ്ങനെ തന്നെ പോയിട്ട് തിരിച്ച് വന്നിട്ട് നിങ്ങൾക്ക് കഴുകിയാലും മതി കേട്ടോ. ഇത് നമ്മൾ പെട്ടെന്ന് ആളുകൾ തിരിച്ചറിയാനൊന്നുമില്ല. അങ്ങനെ ഒരു ഗുണമുണ്ട് ഇതിന്. പിന്നെ ശ്രദ്ധിക്കുക, ഇത് നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മുടെ സ്കാൽപ്പിലൊന്നും വരാനുള്ള ചാൻസ് തന്നെയില്ല. ചെറിയ നമ്മളെ ടൂത്ത് ബ്രഷില്ലേ, അത് ഉപയോഗിച്ചിട്ട്, ഉപയോഗമില്ലാത്ത ടൂത്ത് ബ്രഷ് ഉപയോഗിച്ചിട്ട് നമുക്ക് നരയുള്ള മുടിയിൽ മാത്രം അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. എന്തെങ്കിലും കാരണവശാൽ നമ്മുടെ സ്കിന്നിലൊക്കെ പുരളാൻ വേണ്ടിയിട്ട് കാരണമായിട്ടുണ്ടെങ്കിൽ
കുറച്ച് വെളിച്ചെണ്ണ നമ്മുടെ ഒരു ചെറിയ പഴയ തുണിയിൽ വെളിച്ചെണ്ണ മുക്കിയിട്ട് തുടച്ചാൽ മതി. അല്ലെങ്കിൽ ബെസ്റ്റ് എന്ന് പറയുന്നത് വാസലിൻ അപ്ലൈ ചെയ്താലും ഇത് നമ്മുടെ സ്കിന്നിൽ നിന്ന് ഇളകിപ്പോവും. അതായത് ഈ കറ ഇളകിപ്പോവും. അതുകൊണ്ട് നമുക്ക് സിമ്പിളായിട്ട് നമ്മുടെ ശരീരത്തിൽ ഇതായിക്കഴിഞ്ഞാൽ നമുക്ക് മാറ്റാനും പറ്റും. പിന്നെ ഇത് അപ്ലൈ ചെയ്തിട്ട് ഷവർ ക്യാപ്പോ കാര്യങ്ങളോ ഒന്നും ഉപയോഗിക്കേണ്ട കാര്യമില്ല കേട്ടോ. അപ്പോൾ ഈ പറഞ്ഞ ഒരു ഡൈ എന്ന് പറയുന്നത് നിങ്ങൾക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയൊരു ഡൈ ആണ്. അപ്പോൾ നിങ്ങൾ ഈ ഫ്രണ്ട് പോർഷനിൽ കൂടുതൽ പ്രശ്നമുള്ള ആൾക്കാർ, അതല്ല എങ്കിൽ 1-2 മുടി ഫ്രണ്ട് പോർഷനിൽ മാത്രം പ്രശ്നമുള്ളവരാണെങ്കിൽ മാത്രം ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. കാരണം നിങ്ങൾക്ക് പെട്ടെന്ന് ഇപ്പോൾ മുടിയുടെ എല്ലാ ഭാഗത്തും നരയുണ്ടെങ്കിൽ കുറച്ച് നമ്മൾ മെനക്കെട്ട് ഇരുന്ന് അപ്ലൈ ചെയ്യേണ്ടി വരും. പക്ഷേ ഇതാവുമ്പോൾ നമ്മുടെ ഫ്രണ്ട് പോർഷനിൽ 1-2 മുടി ഉള്ളതെങ്കിൽ അത് നമുക്ക് സിമ്പിളായിട്ട് ഞൊടിയിടയിൽ കറുപ്പിക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഈ ഒരു സാധനം ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് പോകുന്ന സമയത്ത്, എവിടെയെങ്കിലും പോകുന്ന സമയത്ത് ജസ്റ്റ് ഒന്നെടുത്ത് അപ്ലൈ ചെയ്യുക. ആരും അറിയില്ല നമ്മൾ ഡൈ അപ്ലൈ ചെയ്തിട്ടുണ്ടെന്ന്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഈ ഒരു ഡൈ പ്രയോജനപ്പെടും കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഇത് ചില ആൾക്കാർക്ക് സംശയം വരും, തലങ്ങണയിലോ അങ്ങനെ എന്തെങ്കിലും ആകുമോ എന്ന്. അത് നമുക്ക് എന്താ പറയുക, നമ്മുടെ കെമിക്കൽ അടങ്ങിയതല്ലല്ലോ, നാച്ചുറൽ ഡൈ ആണ്. അപ്പോഴത്തേക്ക് ബൈ ചാൻസിൽ ചിലപ്പോൾ ആകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ എവിടെയെങ്കിലും പോകുന്ന സമയത്ത് മാത്രം ഇത് അപ്ലൈ ചെയ്താൽ മതി എന്നൊരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. കാരണം ഇത് നമുക്ക് അധികം നാൾ ഈട് നിൽക്കത്തില്ല. ചിലപ്പോൾ നമ്മുടെ തലങ്ങണയിലൊക്കെ പറ്റാൻ വേണ്ടിയിട്ട് ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് പുതിയൊരു ടിപ്പ് അല്ലെങ്കിൽ ഹെയർ കെയർ വീഡിയോ ആയിട്ട് കാണാം. അതുവരെയ്ക്കും ബൈ ബൈ.